മൂന്നാറിൽ നിന്ന് പുറത്തു വരുന്നൊരു വിവരം അവിടെ വീട്ടുമുറ്റത്ത് പുലിയുടെ സാന്നിധ്യം എന്നുള്ളതാണ്. വളർത്തുനായെ പുലി കൊണ്ടുപോയിട്ടുണ്ട്. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ആദ്യം പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാം. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് തന്നെ വല്ലാതെ ഭയവും പാവം നായ അതിനെ പിടിച്ചുകൊണ്ട് പോയി അവിടെയുള്ള എല്ലാവർക്കും വലിയ ഭീതിയിലായിരിക്കും ഈ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന്. പറയൂ. രാഹുൽ വിജയനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം എന്നാണ് കരുതുന്നത്. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തകരാറുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം രാഹുലിലേക്ക് എത്താം. മൂന്നാറിലാണ് വീട്ടുമുറ്റത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. വളർത്തുനായയെ പിടികൂടി അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വളർത്തുനായയെ വീടിന് മുമ്പിൽ കെട്ടിയിരിക്കുകയായിരുന്നു. അത് വളർത്തുനായയെ കടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പകൽ നായയെ കാണാതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ CCTV ദൃശ്യം കണ്ടപ്പോഴാണ് ഇതാണ് സംഭവിച്ചതെന്ന് മനസ്സിലായത്. രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. മൂന്നാർ സെൻട്രൽ ഡിവിഷനിൽ താമസിക്കുന്ന രവിയുടെ നായയാണ് ഇന്നലെ പുലി വീട്ടുമുറ്റത്ത് നിന്ന് പിടിച്ചോണ്ട് പോയത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്നലെ പുലർച്ചെ മുതൽ രവിയുടെ ഈ നായയെ കാണാനില്ലായിരുന്നു. സാധാരണയായി വീട്ടുമുറ്റത്തുള്ള നായ പുറത്തു പോകാറുണ്ട്. പക്ഷേ വൈകുന്നേരമായിട്ടും കാണാതെ വന്നതോടുകൂടിയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത്. വലിയ വലിപ്പമുള്ള ഒരു പുലിയാണ്. ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം പലപ്പോഴായിട്ടും നാട്ടുകാർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഇത്തരമൊരു അവസ്ഥ, ഈ വീട്ടുമുറ്റത്ത് വരെ കയറി പുലി വന്ന് ഈ വളർത്തു നായയെ പിടിക്കുമെന്നൊന്നും നാട്ടുകാരോ അവിടെ താമസിക്കുന്ന ആളുകളോ ഒന്നും കരുതിയിരുന്നില്ല. ഇപ്പോഴെന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ആശങ്കയിലാണ് അവരെന്നത് പറയാതിരിക്കാൻ കഴിയില്ല. വനം വകുപ്പ് ഇന്നലെ വൈകിട്ട് വരെ ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. കാരണം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് തന്നെ നാട്ടുകാർ തന്നെ അറിയുന്നത്. അതുകൊണ്ടായിരിക്കാം വനം വകുപ്പ് അതിലൊരു ഇടപെടൽ നടത്താത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമായി വേണം. ഇവിടെ ഇറങ്ങിയ പുലിയെ പിടികൂടാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി വനം വകുപ്പാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. ശരി, രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇങ്ങനെയൊരു ദൃശ്യം കണ്ടതിന്റെ നടുക്കം ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാകും. വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടണം. അവരുടെ ആശങ്ക അകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്.